ഹായ് എവ്രിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഗ്രാമറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രാമറിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള 3 വേർഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 3 ഓക്സിലറി വെർബ്സ്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. വുഡ്, ഷുഡ്, കുഡ് അല്ലേ? 3ഉം നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. നമ്മൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ 3ഉം പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം നന്നായിട്ട്. വുഡ്, ഷുഡ്, കുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 3 വേർഡ്സ്, നമുക്ക് ചിരപരിചിതമായ 3 വേർഡ്സിൻ്റെ പാസ്റ്റ് ഫോംസാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഫോംസാണ്. ഓക്കെ, വുഡ് എന്ന് പറയുന്നത് വിൽ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്, ഹെൽപ്പിംഗ് വെർബിൻ്റെ. ഓക്കെ, വിൽ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. ഇനി ഷാൽ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് ഷുഡ്. ഇനി ക്യാൻ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ ഓക്സിലറി വെർബിൻ്റെ ഹെൽപ്പിംഗ് പാസ്റ്റ് ഫോമാണ് എന്ത്? കുഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ഇനി ഇതെല്ലാം ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കണം നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ഇത് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ്, പക്ഷേ ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. കാരണം ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോഴേക്കും പല കുട്ടികളും തെറ്റ് വരുത്തുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതലായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഷുഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഷുഡ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? ആദ്യമായിട്ട് നമുക്ക് ഷുഡ് ഉപയോഗിക്കുന്നത് ഒരു പ്രോബബിലിറ്റിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു സാധ്യത, പ്രോബബിലിറ്റി, ഒരു പോസിബിലിറ്റി, അതിനെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മേരി ഷുഡ് ബി ഹിയർ ബൈ 12:30 PM. ഓക്കെ, മേരി ഷുഡ് ബി ഹിയർ ബൈ 12:30 PM എന്ന് പറയുമ്പോഴേക്കും മേരി ഇവിടെ 12:30 ആകുമ്പോഴേക്കും എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷുഡ് ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ്, ഒരു പോസിബിലിറ്റിയെ കാണിക്കുന്നതിന്. ഇനി രണ്ടാമത്, നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ ഷുഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഷുഡ് ഐ കം ദെയർ? ഞാൻ അവിടെ വരണമോ? ഇതൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? ഇതിൽ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് WH ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡു ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഷുഡ് ഐ കം ദെയർ? ഓക്കെ, ഞാൻ അവിടെ വരണമോ? ഇത് ഒരു ഒരു സാധ്യത, അതേസമയം തന്നെ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നമുക്ക് ഷുഡ് എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴേക്കും നിങ്ങളിത് ചെയ്യണം, നിങ്ങളിങ്ങനെ പോകണം, നിങ്ങളിങ്ങനെ എഴുതണം, ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴേക്കും ഷുഡ് ഉപയോഗിക്കാറുണ്ട്. യു ഷുഡ് റൈറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ ഈ രീതിയിൽ എഴുതണം. വി ഷുഡ് ബി ദെയർ അറ്റ് 12 o'clock. നമ്മളവിടെ 12 മണിക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് വരുന്നത് വുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് അല്ലേ? വുഡ് നമ്മൾ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. WOULD, വുഡ്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് മിക്കവാറും നമ്മൾ പൊളൈറ്റ്നെസ്, മര്യാദയോടുകൂടി ഉപയോഗിക്കുന്ന വാക്കുകൾ, സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും അല്ലേ? പൊളൈറ്റ്നെസ് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. അതായത് വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ? നിങ്ങൾക്ക് കുറച്ച് ചായ കുടിക്കാൻ ആഗ്രഹമുണ്ടോ? അത് കുറച്ച് മര്യാദയോടുകൂടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ് ഈ വുഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. വുഡ് യു ലൈക്ക് ടു ഗോ ദെയർ? നിങ്ങൾക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇത് പൊളൈറ്റ്നെസ്സോടു കൂടി ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് വുഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. അതായത് നമുക്ക് ഇപ്പോൾ സംഭവിക്കാൻ സാധ്യത ഇല്ല, അതായത് നമ്മൾ അനുമാനിക്കുന്ന സെൻറ്റൻസുകൾ. അതായത് നമ്മൾ ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കുമോ എന്നില്ലൊന്നും അറിയാൻ പാടില്ല അല്ലേ? ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദി അമേരിക്കൻ പ്രസിഡൻറ്റ്. I would like to meet the American president. Is it possible? ഇത് നടക്കുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ആഗ്രഹമാണ്, ഹൈപ്പോതെറ്റിക്കലാണ്. എബോവ് അവർ റീസണിങ്, എബോവ് അവർ തിങ്കിങ് കപ്പാസിറ്റി അല്ലെ? നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ച് ഒരു ഉപരിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നമുക്ക് ഈ വുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കാം. ഇനി അതിനുശേഷം പിന്നീട് കാണുന്നത് ക്വസ്റ്റ്യൻസിൽ
നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഷുഡ് ഉപയോഗിച്ചതുപോലെ തന്നെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. വുഡ് യു ലൈക്ക് ടു ഗോ there എന്ന് പറയുന്ന ഒരു പൊളൈറ്റ് സെൻറ്റൻസ് നമ്മൾ കണ്ടു. പക്ഷേ അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോഴും നമുക്ക് വുഡ് എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വെർബ് ആദ്യം ചേർക്കാവുന്നതാണ്. മൂന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് കുഡ്. COULD കുഡ്. കുഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അത് നമ്മുടെ ഒരു എബിലിറ്റി കാണിക്കുന്നതിന് വേണ്ടി ഐ കുഡ് പ്ലേ ഗിറ്റാർ, എനിക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും. അപ്പോൾ അതൊരു പോസിബിലിറ്റി, ഒരു കഴിവാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കഴിവ് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ കുഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ റിക്വസ്റ്റ് നടത്തുന്നതിന് വേണ്ടി കുഡ് ഉപയോഗിക്കാറുണ്ട്. കുഡ് യു ഡു ദിസ് വൺ, അതൊരു കൈൻഡ് റിക്വസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് പറയാനായിട്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ പ്രഡിക്ഷൻസ്, അതുപോലെ തന്നെ പോസിബിലിറ്റീസൊക്കെ കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഹൂസ് ബുക്ക് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇറ്റ് കുഡ് ബി മേരീസ്, ഇത് മേരിയുടെ ആയിരിക്കും അല്ലേ. അതൊരു പോസിബിലിറ്റി, ഒരു ചാൻസാണ് കാണിക്കുന്നത്. ആണോന്നറിയില്ല, പക്ഷേ അതായിരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലും നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. കുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ, ആ വാതിലൊന്ന് അടക്കുമോ എന്ന രീതിയിൽ പൊളൈറ്റ്നെസ് കാണിക്കുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഷുഡ്, വുഡ്, കുഡ് എന്നീ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മനസ്സിലായി. ഇനി അത് കൂടാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വിൽ, ഷാൽ, ക്യാൻ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ഫോംസാണ്. അപ്പം ഈ രീതിയിലുള്ള സെൻറ്റൻസ് ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഡു ഇൻ ദ പാസ്റ്റ് അല്ലേ, എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഐ ഷാൽ കം, ഞാൻ വരാം. ഐ ഷുഡ് കം, കണ്ടോ വ്യത്യാസം വരുന്നത്. ഐ ഷുഡ് കം, ഐ ഷാൽ കം, ഞാൻ വരാം, ഞാൻ വരുമായിരുന്നു. അതുപോലെ തന്നെ ഐ വിൽ കം, ഞാൻ വരും. ഐ വുഡ് കം, ഞാൻ വരുമായിരുന്നു അല്ലേ. അങ്ങനെ പല രീതിയിലും ഈ ഫോംസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായി പഠിക്കുക, സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുക, സംസാരിക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിങ്ങളെല്ലാവരും നല്ല വെൽ വേഴ്സ്ഡ് ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.